പക്ഷേ അതാ കുറച്ചുകൂടെ കയറിയതേ ഉള്ളൂ. കുറേ സന്ദർശകരെ വരുന്നുണ്ട്. അടിപൊളി കൺസ്ട്രക്ഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്നവരാണ്. മുകളിലോട്ട് പോയ ആൾക്കാരുടെയൊക്കെ ഒച്ച കേൾക്കുന്നു കേട്ടോ, ഭയങ്കര സൗണ്ട്, മുഴക്കമാണ്, നല്ല മുഴക്കമുണ്ട് ഇവിടെ. നമ്മൾ തൊട്ട് താഴെ കണ്ടില്ലേ, അതിന് തൊട്ട് മുകളിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആയത്. അപ്പോൾ ആ പാർട്ടി കൂടെ ഒരു KSRTC ബസ് പോകുന്നുണ്ടോ. എന്നാ ലുക്കാന്ന് നോക്കിയേ, ദൂരക്കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. തെങ്ങെല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴേ എന്നാ ഭംഗിയാ നോക്കൂര്. നമ്മളാ മണൽ കണ്ടതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു വെള്ളക്കെട്ടുണ്ടോ, ഇവിടെ വരെ വന്നേ. ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ, ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ, നോക്കാം. ലൈറ്റാണ് ഹൗസിലെ ടോപ്പിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വിസിറ്റേഴ്സിന് കയറാൻ പറ്റില്ല. ദൈവത്തിന് 6 മണിക്ക് ശേഷം ഇത് ലൈറ്റ് ഓൺ ചെയ്യുമായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഒന്നും പറയാനില്ല കേട്ടോ. കായലിൻ്റെ വ്യൂ, ഒരു സൈഡ് കായൽ, ഇതിന് നേരെ ഓപ്പോസിറ്റ് കടലാണ്. എന്തോ മുകളിൽ നേരെ താഴ്ത്ത് നോക്കുമ്പോഴേ ശരിക്കും ഭയന്നു കേട്ടോ, ഒരു രക്ഷയില്ല. കായലിലെ ചെറിയ തിര കണ്ട, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കില്ല. അഴീക്കൽ ബീച്ചാണ് ഇതാ അങ്ങേറ്റം കാണുന്നത്. ഇതാ ബോട്ട് വരുന്നുണ്ടോ, മീൻ പിടിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ്. എന്നാ പവർ കാശുണ്ട്. ആ പുലിമുട്ടിലേക്ക് തിര വന്ന് അടിക്കുന്നത് എന്നെ ഭംഗിയെ കാണാം. നല്ല വെയിലാണ്, പടിഞ്ഞാറോട്ട് നോക്കാൻ പറ്റുന്നില്ല. വലിയ തിര വരുമ്പോഴേ വല എറിയാൻ വേണ്ടി നിൽക്കുക, അതായിട്ട് ആട് നിൽക്കുന്നുണ്ടോ. ഇതാ പറ വീശാൻ പോവാണ്. പല വീശ കണ്ടോ, അടുത്ത ആ തിരയ്ക്ക് ഒരു തിരയായിരിക്കാം പുള്ളിക്കാരൻ്റെ ടീം. അതാ വീശ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്ന ഭാഗം നമ്മളവിടെ. അത് അഴീക്കൽ ബീച്ചിൽ അതിശക്തമായ തിരയാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ അത്ര സ്ട്രോങ് അല്ല കേട്ടോ തിരയെ. ഇവിടെ തിരയ്ക്ക് അല്പം ശക്തി കുറവുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രം, ക്ഷേത്രത്തിന് പേരെനിക്കറിയില്ല. ഗൂഗിൾ മാപ്പിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ക്ഷേത്രമുണ്ട്, പക്ഷേ ക്ഷേത്രത്തിന് പേര് ഗൂഗിൾ മാപ്പിൽ കാണാൻ കഴിയുന്നില്ല. അതേ സമയത്ത് വേണ്ട ഒരു തടാകം പോലെ നടന്നില്ലേ, അതിന് അങ്ങേ കരയ്ക്ക് ഈ കാണുന്നത് ഒരു തടാകം പോലെ ഉള്ള തടാകമാണ്. അത് കായലിൻ്റെ ഭാഗമായിരിക്കാം. അതിനാണ് ഈ ഭാഗം, ഈ 2 എൻഡില്ലേ, ആ ഭാഗത്തൊരു ക്ഷേത്രത്തിൻ്റെ കാര്യം ഗൂഗിൾ മാപ്പിൽ പറയുന്നുണ്ട്. കറയിൽക്കടവ് ശിവക്ഷേത്രം എന്നാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയതുണ്ട്. അത് അവിടെയാണ്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പം അങ്ങനെ ക്ഷേത്രം കാണാൻ കഴിയുന്നുണ്ട്. ഈ ക്ഷേത്രം വളരെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അറിയാവുന്നവരുടെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. അതായത് വൈകിട്ടായപ്പോഴേ കയറാൻ നിൽക്കുന്ന ആൾക്കാർ. ഇത് ഞാനിങ്ങനെ ഇറങ്ങി വൈകിട്ടായപ്പോഴേ ഒരുപാട് പേര് വരുന്നുണ്ട്, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്.
ഇതാ ഇവിടെ ഈ ബീച്ച് ഭാഗത്തേക്ക് വന്നപ്പോഴേ നിറയെ ആൾക്കാരാണ്. നമ്മുടെ ലൈറ്റ് ഹൗസിനും ഒരുപാട് ആൾക്കാരുണ്ട്, ബീച്ചിലും ആൾക്കാരുണ്ട്. വൈകിട്ടായപ്പോഴാണ് നമ്മൾ നേരത്തെ വന്നപ്പോഴേ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമായിരുന്നു. ആ സമയത്ത് വന്നപ്പോൾ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഇത്രയും സമയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു തോന്നുന്നു. 5 മണി കഴിഞ്ഞു. ഈ സമയമായപ്പോൾ നിറയെ ആൾക്കാരായി. കുട്ടികളെല്ലാം മണ്ണിൽ കളിക്കുന്നത്. നമുക്കിവിടെ ലൈഫ് ഗാർഡുകളെ കാണാം. ഒരു രക്ഷയില്ല കേട്ടോ. പൊളി കാഴ്ച എന്ന് വെച്ചാൽ പൊളി, അടിപൊളി വൈബ്. ഞാൻ അടുത്ത തിര വരുവാ. ഞാൻ അടിപൊളിയായിട്ട് നിറഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നെ, അടിപൊളി വൈബാണ് കേട്ടോ. സൂപ്പർ വൈബ്, സൂപ്പർ ഇതാ വരുന്ന അടുത്ത തിര. പൊളി തിരയാണ് കേട്ടോ.